അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ മിക്ക മക്കൾക്കും സുഖമാണ്. അങ്ങനെ ഇന്നലെ മുടി വെട്ടിക്കാൻ പോയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ്. അവിടെ നല്ല മാലയൊക്കെ ഉള്ള കടയുണ്ടായിരുന്നു. അങ്ങനെ മുത്തുമോനെയും മിച്ചുമോനെയും മുടി വെട്ടിക്കാൻ കയറി. മുത്തുമോനിക്ക് ആദ്യം മുടി വെട്ടണം കേട്ടോ. അവർ ചോദിക്കുന്ന ഏത് മോഡലിൽ വെട്ടണം എന്ന്. ഞാൻ പറഞ്ഞു മോഡലൊന്നും വേണ്ട, സാധാ വെട്ടും പോലെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മസ്റൂറ മോളെ മുടി വെട്ടണം, മിച്ചുമോൻ്റെ മുടി വെട്ടണം. മിച്ചുമോ അവിടെ ചെന്നപ്പം തറയിൽ വീണ് ഗ്ലാസ്സിൽ പിടിച്ച് നിന്നങ്ങ് റോഡിൽ വീണ്. അപ്പം അങ്ങനെ കോളൊക്കെ മാറി. പിന്നെ പിടിച്ചുകൊണ്ട് വന്ന് മിച്ചുമോനെ അങ്ങോട്ട് നിൽക്കുന്ന ആൾ പറഞ്ഞ് ഇടാ ഇങ്ങോട്ട് വാടാ. പിന്നെ നിർബന്ധിച്ചൊക്കെ പിടിച്ചിരുത്തി മുടിയൊക്കെ വെട്ടിച്ച്. ഇത് പാരിപ്പള്ളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിനെ കണ്ട് പോയിട്ട് തിരിച്ചു വന്നു. മസ്റൂറ ഫാത്തിമ അല്ലേ, ചാനലല്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങളെ ചാനൽ കാണും, വീട് കാണും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോളെ മുടി വെട്ടണം കേട്ടോ. അപ്പോൾ അവൻ ചോദിച്ച് ചേച്ചി ഇത് മതിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ മതി, കുറച്ച് വെട്ടി. അപ്പോൾ പിന്നെ പെൺകുട്ടികളെ ബ്യൂട്ടി പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ സമയം പോകും. അങ്ങനെ മുത്തുമോനെ വെട്ടിയത് കണ്ട മാഷാഅല്ലാ അടിപൊളിയല്ലേ. മുത്തുമോൻ്റെ ചെവി ഇത് കഴുത്തിൻ്റെ ഭാഗവും ചെവിയുടെ ഭാഗവും മുറിഞ്ഞു. അപ്പോൾ അവൻ പറയണം നോവണുമ്മാന്ന് പറയണം. ഞാൻ പറഞ്ഞു പോവും മോനെ. അങ്ങനെ മസ്റൂറ തൊട്ടൊക്കെ നോക്കി മസ്റൂറിൻ്റെ മുടി വെട്ടിയത് കണ്ട അത്രയായി. മുത്തുമോന് മുടി വെട്ടി. പിന്നെ മിച്ചുമോൻ കോളൊക്കെ ആയി ഒരു പരുവത്തിലൊക്കെ പിടിച്ച് ഇരുത്തി അവിടെ കുഞ്ഞിക്കുട്ടനെ. അങ്ങനെ വഴക്കൊക്കെ പറയുന്നതാണ് മുടി വെട്ടണത്, അല്ലെങ്കിൽ അവൻ ഇരിക്കൂല, തലയിട്ട് വെട്ടിക്കുന്നു. അവനും സാധാ രീതിയിൽ തന്നെ വെട്ടിയ. ഞാൻ മക്കളെയൊന്നും മോഡലിൽ വെട്ടിക്കൂല. ഇനി വളർന്നു വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നല്ല. ആ മുടിയൊക്കെ വെട്ടിതാ വന്ന് സുന്ദരെ കണ്ട. അവൻ ചീവാൻ വേണ്ടി കുറച്ച് മുടി ഇട്ടേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ മുടിയൊക്കെ വെട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിൽ കയറണം, കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ കളിപ്പാട്ടം മേടിച്ച് തരാം. അങ്ങനെ അത് പറയാൻ മറന്നു കേട്ടോ. പാവപ്പെട്ട ഉമ്മയെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേക്ക് മേടിക്കാനുള്ള പൈസ ഒരാൾ അയച്ചു തന്നതാണ് കേട്ടോ മസ്റുമോൾക്ക്. പിന്നെ ഇവർക്ക് വണ്ടി മേടിക്കാനും പൈസ അയച്ചു തന്നായിരുന്നു. അതാണ് ഞാൻ വണ്ടിയും മേടിക്കുന്നത്. അപ്പോൾ ആദ്യം മൊബൈലാണ് എടുത്തത് അവർ കളിപ്പാട്ടം. അങ്ങനെ രണ്ടുപേർക്കും ഒരേ വണ്ടി മേടിച്ച്. അവിടെ നല്ല മാലയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. മസ്റുമോൾ പിന്നെ അതൊന്നും അങ്ങനെ ഉപയോഗിക്കൂല. മാലയും അങ്ങനെ വളയും കാര്യങ്ങളൊന്നും സിമ്പിൾ ആളാണ്. പിന്നെ ഒരുപാട് കളിപ്പാട്ടം എടുത്ത് അവന്മാർക്ക് ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. പിന്നെ ആ സ്ഥലത്ത് തന്നെ ചെരുപ്പുകളൊക്കെ മാഷാഅല്ലാ അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ മസ്റുമോൾക്കൊക്കെ ചെരുപ്പൊക്കെ മേടിക്കുന്നത്. എനിക്ക് മേടിച്ചതും ഇവിടെ നിന്ന് തന്നെയാണ്. പെൺകുട്ടികൾക്കാണ് നല്ല മോഡലിലെ ചെരുപ്പുകൾ. അടിപൊളിയല്ലേ. പിന്നെ മോക്കും നോമ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ മോളെയും കൂടെ മുടിയുടെ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളയണോണ്ടാണ് അവളെയും കൂടെ കൊണ്ടുപോയത്. ആ ചുമന്ന മാലയെ മഞ്ഞ മാലയൊക്കെ ഗോൾഡൻ കളർ കവറിലെ മാലയൊക്കെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അകത്തോട്ട് പോയി. പിന്നെ കമ്മലിൻ്റെ സെക്ഷനും നോക്കി കേട്ടോ. ഇത് കാണാൻ ഒരു ഭംഗി ഇല്ലേ പിന്നെ മോളെ. പിന്നെ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അത് പിന്നെ അഡീഷണൽ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. കാരണം കടയിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കോപ്പി റൈറ്റ് കയറും. അതൊക്കെ പെൺകുട്ടികളുടെ സെക്ഷനാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങി. ഒരാൾക്ക് JCB വാങ്ങി, ഒരാൾക്ക് ലോറിയും വാങ്ങി. അത് മതി എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി കേക്ക് വാങ്ങി. കേക്ക് നമ്മൾ 1/2 കിലോൻ്റെതാണ് വാങ്ങിയത്. ആ കാണിക്കുന്ന കേക്ക് 1000 രൂപയുടെ കേക്കാണ് കേട്ടോ. അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ മുകളിൽ ഇരിക്കുന്ന വൈറ്റ് കളറിലെ കേക്കാണ് വാങ്ങിയത്. കൊള്ളായിരുന്നു എന്നാ കേക്ക്. ഇപ്പോഴത്തേക്ക് അതിനകത്ത് ആ മുകളിൽ ഇരിക്കുന്ന കേക്കിനും റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞ നമുക്ക് 1/2 കിലോൻ്റെ കേക്ക് മതി. അങ്ങനെ കേക്കും മേടിച്ച് ജ്യൂസും മേടിച്ച്. മിന്നാമോക്കും മസ്റൂറ മോൾക്കും ജ്യൂസ് മേടിച്ച്. അങ്ങനെ അവന്മാർക്ക് അവർ പറയണ് നിങ്ങൾ ഗ്ലാസ്സിൽ പിടിച്ചാൽ പറ്റൂല എന്നൊക്കെ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിടിക്കല്ലേ ഏട്ടാ എന്നൊക്കെ പറയാണ്. അങ്ങനെ മസ്റൂറ എന്ന് പേരൊക്കെ എഴുതി. അവന്മാർക്ക് രണ്ടുപേർക്കും ജ്യൂസ് മേടിച്ചു കൊടുത്തു. മസ്റുമോൾക്കും മേടിച്ച് നോമ്പ് തുറന്നപ്പോൾ. മാഷാഅല്ലാ മുടി വെട്ടിയപ്പോൾ ഒരു വെട്ടം വന്നില്ലേ മുഖത്ത്. അങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരുക്കമാണ്. ഇനി കേക്ക് മുറിക്കുമ്പോഴാണ് രസം ഇവിടെ തുടങ്ങണത്. ആദ്യം മസ്റുമോൾ കേക്ക് മുറിച്ച്. മിച്ചുമോൻ്റെ സന്തോഷം കണ്ട. എപ്പോഴും തുടങ്ങിയതാണെന്നറിയാമോ ബഹളം. മസ്റുമോൾക്ക് നോമ്പുള്ളതുകൊണ്ട്, നമുക്ക് നോമ്പുള്ളതുകൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത്.
മസ്റൂറ മോള് ഞാൻ കൊടുക്ക്. അപ്പം മിച്ചുമോൻ പിണങ്ങി കേട്ടാ. പിന്നെ വായി വെച്ച് കൊടുത്ത്. ഇനി മിന്നാമോള് കട്ട് ചെയ്യും, മുത്തുമോൻ കട്ട് ചെയ്യും, മിച്ചുമോനും കട്ട് ചെയ്യും. മിന്നാമോള് മസ്റൂറ മോള് കൊടുക്കണ. ഇനി മിച്ചുമോൻ കട്ട് ചെയ്യുമ്പോഴാണ് നല്ലത്. അപ്പോഴെൻ്റെ ഉമ്മയും വാപ്പയും വീഡിയോ കോൾ വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കാണണം മക്കൾ കേക്ക് കട്ട് ചെയ്യണതേ. മുത്തുമോൻ കട്ട് ചെയ്തപ്പോൾ തറയെ വീണ്. അവ ആദ്യം കൊടുക്കണ ആർക്കെന്ന് കണ്ട. അവ ആദ്യം കൊടുക്കണത് ഇച്ചൂട്ടനാണ് കൊടുക്കാൻ നിന്നത്. പിന്നെ നമുക്ക് അതിനു മുമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തിന്നുകൊണ്ട് പോയി. എന്താ അവന് സ്നേഹമാണ് മുത്തുമോനും മിച്ചുമോൻ്റെ കൂടെ. ഇപ്പം നോക്കിയോണ്ടേ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യണത്. മിച്ചുമോൻ കേക്ക് കട്ട് ചെയ്യണതാണ് നല്ലത്. പിച്ചാത്തിയൊക്കെ കാണിക്കണം. ഇപ്പം നോക്കിയോണ്ടേ സഹോദരൻ അടുത്തിരിക്കുകയാണ്. അതാണ് കാക്കച്ചീൻ്റെ കാലാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അൽഹംദുലില്ലാ മക്കൾ ഒത്തു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും.